ലോട്ടറി അടിച്ചിട്ട് വേണം ഇവരെപ്പോലെ സുഖമായിട്ട് ജീവിക്കാൻ. ഒരു കാര്യം ശരിയാണ്, നമ്മളിവിടെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേങ്കിൽ അത് എന്തുകൊണ്ടാണ് ലോട്ടറി അടിച്ചിട്ടാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ഒരുപാട് പൈസ കയ്യിലുള്ളത് കൊണ്ടാണോ? അതുമല്ല. അതുണ്ടായ എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്. എന്നിട്ട് അവരൊക്കെ സന്തോഷത്തിലാണോ ജീവിക്കുന്നത്? അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ പണമോ സൗകര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ സുഖത്തിനെ സ്വാധീനിക്കുന്നത്. അല്ലെ, നമ്മളുടെ സുഖമല്ല, ശരിക്കും ഒരു ആശ്വാസമാണ്. അത് ലഭിക്കണമെങ്കിൽ അതൊരിക്കലും നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്താ? അത് പുറത്തല്ല, അത് നമ്മളുടെ ഉള്ളിലുള്ള കാര്യമാണ്. അവിടെ നമ്മൾ എപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കാണാത്തത് നമ്മളവിടെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോഴും പുറമേയുള്ള ആ ഒരു അത്ഭുതങ്ങളെ നോക്കി നടക്കുമ്പം ഉള്ളിലുള്ള ആ ഒരു മഹാത്ഭുതത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക്. അപ്പം ആ അത്ഭുതത്തിന് പുറമേ നോക്കുന്ന ഒരു വ്യക്തിക്ക് ലോട്ടറി അല്ല, ഈ ഒരു ലോകം മുഴുവൻ കീഴടക്കാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാലും ആ വ്യക്തിയിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. കാരണം ആ വ്യക്തി അപ്പോഴും പുറത്തേക്ക് തന്നെയാണ് നോക്കുന്നത്, ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറല്ല. അപ്പം നമ്മളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും, ഇവിടെയുള്ള ഓരോ അംഗങ്ങളും അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് അതിനറിഞ്ഞുകൊണ്ട് അപ്പോഴാണ് നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതും അത് നടപ്പിലാക്കി ജീവിതത്തിൻ്റെ ആ ഒരു തുടർച്ച നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആശ്വാസം അനുഭവിക്കാൻ പറ്റുന്നത്. അല്ലാതെ പെട്ടെന്നൊരു മഹാത്ഭുതം സംഭവിച്ചിട്ട് നമുക്കൊരിക്കലും അവിടെ ഒരു ആശ്വാസം ലഭിക്കില്ല. അത് എന്തെങ്കിലും അവിടെ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരും ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ വലിയ എന്തോ മഹാത്ഭുതം സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷയോടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മഹാത്ഭുതം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ജസ്റ്റ് ഒരു താല്പര്യത്തോടു കൂടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തിന് അറിയാൻ സാധിക്കും. ഓക്കേ.